Hello friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കൺസോൾട്ടേഷൻ സെറ്റിൽമെന്റ്. ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1-ലെ മൊഡ്യൂൾ 5 ആണ് കൺസോൾട്ടേഷൻ. അതിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൺസോൾട്ടേഷൻ സെറ്റിൽമെന്റ്. അപ്പോൾ കൺസോൾട്ടേഷൻ സെറ്റിൽമെന്റിന് മുമ്പ് എന്താണ് കൺസോൾട്ടേഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ സോയിലിൽ സോളിഡ് പാർട്ടിക്കിൾസിന്റെ ഇടയിലുള്ള ഗ്യാപ്സ് അതിനെയാണ് നമ്മൾ വോയിഡ്സ് എന്ന് പറയുന്നത്. ആ വോയിഡ്സിൽ ഒന്നെങ്കിൽ വാട്ടർ കയറിയിരിക്കാം അല്ലെങ്കിൽ എയർ കയറിയിരിക്കാം. ആ വോയിഡ്സിലുള്ള വാട്ടറിന്റെ എക്സ്പെൽഷനെയാണ് കൺസോൾട്ടേഷൻ എന്ന് പറയാം. സോ കൺസോൾട്ടേഷൻ ഈസ് ദ എക്സ്പെൽഷൻ ഓഫ് വാട്ടർ ഫ്രം വോയിഡ്സ് അണ്ടർ എ സ്റ്റഡി സ്റ്റാറ്റിക് പ്രഷർ. ഈ കൺസോൾട്ടേഷൻ സംഭവിക്കണമെങ്കിൽ അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് വേണം. അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസ് എങ്ങനെ ഉണ്ടാവുന്നത്? ഓൾറെഡി ഒരു എഫക്റ്റീവ് സ്ട്രെസ്സിലിരിക്കുന്ന ക്ലേ സ്ട്രാറ്റം അതിൻ്റെ മുകളിൽ ഒരു ഇൻക്രീസ് ഇൻ സ്ട്രെസ് വരുമ്പോഴാണ് വാട്ടർ എക്സ്പെൽ ഔട്ട് ചെയ്ത് പോകുന്നത്. അങ്ങനെ വാട്ടർ എക്സ്പെൽ ഔട്ട് ചെയ്ത് പോകുമ്പോൾ സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ അടുത്ത് വന്ന് അവിടെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാവും. ആ സെറ്റിൽമെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരുപാട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണിത്. അപ്പം സെറ്റിൽമെന്റിന് മുമ്പ് നമുക്ക് ഇതിനകത്തുള്ള ബേസിക് കുറച്ച് ടേംസ് അറിയണം. കൺസോൾട്ടേഷൻ ടെസ്റ്റ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഗ്രാഫുകളാണിത്. അതിൽ ഫസ്റ്റ് നമ്മൾ കൺസോൾട്ടേഷൻ ടെസ്റ്റിൽ ഞാൻ പറഞ്ഞു ഒരു ഇൻക്രീസ് ഇൻ സ്ട്രെസ് ഉണ്ടെങ്കിലാണ് വാട്ടർ എക്സ്പെൽ ഔട്ട് ചെയ്ത് പോവുള്ളൂ. അപ്പം നമ്മൾ സ്ട്രെസ് ഇങ്ങനെ കൂട്ടി കൊടുക്കുമ്പം അവിടെ നിന്ന് വെള്ളം എക്സ്പെൽ ഔട്ട് ചെയ്ത് പോകും. അങ്ങനെ ആണ് കൺസോൾട്ടേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ കൺസോൾട്ടേഷൻ ടെസ്റ്റിലെ ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഓരോ ടൈമിലും നമ്മൾ ചെയ്യുന്ന ഡയൽ ഗേജ് റീഡിങ്സ് അത് വെച്ചിട്ടുള്ളതാണ് ഈ ഗ്രാഫ്. പിന്നീട് ഈ സ്ട്രെസ് കൂട്ടുമ്പോൾ അവിടെ സെറ്റിൽമെന്റ് സംഭവിക്കും. അതായത് വോയിഡ് റേഷ്യോ കുറയും. ആ വോയിഡ് റേഷ്യോയും സ്ട്രെസ്സും വെച്ചിട്ടുള്ള ഗ്രാഫാണിത്. ഈ ഗ്രാഫിന്റെ സ്ട്രെസ് എഫക്റ്റീവ് സ്ട്രെസ് വേഴ്സസ് വോയിഡ് റേഷ്യോ ഈ ഗ്രാഫിന്റെ സ്ലോപ്പാണ് നമ്മുടെ ഫസ്റ്റ് ടേമായ കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി. അതായത് ഡിക്രീസ് ഇൻ വോയിഡ് റേഷ്യോ പെർ യൂണിറ്റ് ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് സ്ട്രെസ്. ഇതേ ഗ്രാഫ് തന്നെ സിഗ്മയ്ക്ക് പകരം ഞാൻ ഇതിനൊരു സെമി ലോഗരിതമിക് ഗ്രാഫായിട്ട് മാറ്റുകയാണ്. സിഗ്മയ്ക്ക് പകരം ലോഗ് സിഗ്മയാക്കി. ലോഗ് സിഗ്മയാക്കുമ്പോൾ ഉള്ള കർവിൻ്റെ സ്ലോപ്പാണ് നമ്മുടെ നെക്സ്റ്റ് ടേം കംപ്രഷൻ ഇൻഡെക്സ്. വോയിഡ് റേഷ്യോ ലോഗ് സിഗ്മ ഗ്രാഫിൻ്റെ സ്ലോപ്പ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. കാരണം സെറ്റിൽമെൻറ്റിൻ്റെ ഇക്വേഷനിൽ ഈ ടേം വരുന്നുണ്ട്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് കംപ്രഷൻ ഇൻഡെക്സ് തരാം, അതല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസിൽ ലിക്വിഡ് ലിമിറ്റ് അല്ലെങ്കിൽ വാട്ടർ ലിമിറ്റ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനും കൂടി നമ്മളൊന്ന് നോട്ട് ചെയ്യണം. ലിക്വിഡ് ലിമിറ്റ് ആണ് തരുന്നത് എങ്കിൽ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സി സി കിട്ടും. സി സി ഈക്വൽ ടു 0.009 ലിക്വിഡ് ലിമിറ്റ് മൈനസ് 10. നെക്സ്റ്റ് ടേം ആണ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച്. ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് സ്ട്രെസ് വരുമ്പം വോളിയം കുറഞ്ഞു വരുവാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഓരോ യൂണിറ്റ് ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് സ്ട്രെസ്സിലും വരുന്ന വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ് എം വി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. വോളിയം കുറഞ്ഞു വരുവാണ്, അതാണ് ഈ നെഗറ്റീവ് സൈൻ ഡിനോട്ട് ചെയ്യുന്നത്. ഡെൽറ്റ വി ബൈ വി നോട്ട് ചേഞ്ച് ഇൻ വോളിയം ബൈ ഇനിഷ്യൽ വോളിയം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സ്ട്രെസ്. ഈ ചേഞ്ച് ഇൻ വോളിയം ബൈ ഇനിഷ്യൽ വോളിയത്തിനെ നമുക്ക് വോയിഡ് റേഷ്യോയുടെ ടേംസിലും മാറ്റാം. അതായത് ചേഞ്ച് ഇൻ വോളിയം ബൈ ഇനിഷ്യൽ വോളിയം ഈക്വൽ ടു ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ ബൈ 1 പ്ലസ് ഇനിഷ്യൽ വോയിഡ് റേഷ്യോ. പിന്നെ ചേഞ്ച് ഇൻ വോളിയം മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് ചേഞ്ച് ഇൻ ഹൈറ്റ് കൊണ്ടായിരിക്കും. ക്രോസ് സെക്ഷണൽ ഏരിയ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഈ ചേഞ്ച് ഇൻ ഹൈറ്റ് ബൈ ചേഞ്ച് ഇൻ ഹൈറ്റ് ബൈ ഇനിഷ്യൽ വോളിയത്തിനെ ചേഞ്ച് ഇൻ വോളിയം ബൈ ഇനിഷ്യൽ വോളിയത്തിനെ നമുക്ക് ചേഞ്ച് ഇൻ ഹൈറ്റ് ബൈ ഇനിഷ്യൽ ഹൈറ്റ് എന്ന് ഡിനോട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഓൾറെഡി കണ്ട ഈ ഗ്രാഫ് ലോഡിങ്ങിൻ്റെ കർവാണ്. ഇത് ലോഡിങ്ങിൻ്റെ സമയത്ത് ഓരോ സ്ട്രെസ് കൂട്ടുമ്പോഴും വോയിഡ് റേഷ്യോ കുറഞ്ഞു വരും. ആ സ്ലോപ്പാണ് കംപ്രഷൻ ഇൻഡെക്സ്. ഇതേപോലെ തന്നെ നമുക്ക് അൺലോഡിങ്ങിലും വരയ്ക്കാം. അപ്പോൾ അൺലോഡിങ് കർവിൻ്റെ സ്ലോപ്പാണ് എക്സ്പാൻഷൻ ഇൻഡെക്സ് ആയിട്ട് വരുന്നത്. റീലോഡിങ് കർവിൻ്റെ സ്ലോപ്പാണ് റീകംപ്രഷൻ ഇൻഡെക്സ് ആയിട്ട് വരുന്നത്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് സെറ്റിൽമെൻറ്റിലേക്ക് പോകാം. എങ്ങനെയാണ് സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കുന്നത് എന്ന്. ഫൈനൽ സെറ്റിൽമെന്റിനെ SF എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ഈ ഫൈനൽ സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാൻ രണ്ട് രീതിയിൽ ഫൈനൽ സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാം. ഒന്നാമത്തത് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച്, അതായത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട എം വി യൂസ് ചെയ്തിട്ട് നമുക്ക് സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ടൈപ്പ്
വോയിഡ് റേഷ്യോ യൂസ് ചെയ്തിട്ട് സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാം. ഇങ്ങനെ രണ്ട് രീതിയിലാണ് സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഫൈനൽ സെറ്റിൽമെൻറ്റ് യൂസിങ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച് അത് നോക്കാം. അതിൽ SF ഈക്വൽ ടു MV ഇൻറ്റു ഡെൽറ്റ സിഗ്മ H നോട്ട് അതാണ് ഇക്വേഷൻ. ഇതിൽ MV ആണ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച്. ഡെൽറ്റ സിഗ്മ എന്ന് പറഞ്ഞാൽ ഏത് ഇൻക്രീസ് ഓഫ് സ്ട്രെസ് കാരണമാണ് അവിടെ സെറ്റിൽമെൻറ്റ് ഉണ്ടായത്, ആ ഇൻക്രീസ് ഓഫ് എഫക്റ്റീവ് പ്രഷറാണ് ഡെൽറ്റ സിഗ്മ. H നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൽമെൻറ്റ് സംഭവിച്ച ക്ലേ ലെയറിൻ്റെ തിക്നെസ്, അതാണ് H നോട്ട്. നമുക്കൊരു ഇക്വേഷൻ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ SF ഈക്വൽ ടു MV ഡെൽറ്റ സിഗ്മ ബാർ H നോട്ട്. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. A clay layer 3 meter thick has the initial void ratio 1.2. ഇത് നോക്കണം, ഇനിഷ്യൽ വോയിഡ് റേഷ്യോ ആണ് 1.2 ആൻഡ് എഫക്റ്റീവ് ഓവർബർഡൻ 100 kN per meter square. അതായത് അവിടുത്തെ ഇനിഷ്യൽ സ്ട്രെസ്സും തന്നിട്ടുണ്ട് സിഗ്മ നോട്ട് 100 kN per meter square. ഇനിഷ്യൽ വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട് 1.2. പിന്നെ ക്ലേ ലെയർ 3 മീറ്റർ തിക്കാന്ന് പറയുന്നുണ്ട്. ക്ലേ ലെയറിന്റെ ഹൈറ്റ് അതായത് H നോട്ട് അത് 3 മീറ്റർ ആണ്. ഇനി when the sample is subjected to an increase of pressure 50 kN per meter square, അതായത് ഇവിടെ ഇൻക്രീസ് ചെയ്ത പ്രഷർ 50 kN per meter square ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെൽറ്റ സിഗ്മ 50 kN per meter square. അന്നപ്പം the void ratio reduces to 0.9. So final void ratio വന്നത് 0.9. ഈ സമയത്തെ ഫൈനൽ സെറ്റിൽമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിറ്റർമൈൻ ദ ഫൈനൽ സെറ്റിൽമെന്റ് ഓഫ് ദ സ്ട്രാറ്റം. നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നോക്കാം. സെറ്റിൽമെന്റിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് MV ഡെൽറ്റ സിഗ്മ H നോട്ട്. MV എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച്. കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച് തന്നിട്ടില്ല, പകരം നമുക്കത് കണ്ടുപിടിക്കണം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ചിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ E ബൈ 1 പ്ലസ് E നോട്ട് ബൈ ഡെൽറ്റ സിഗ്മ. ഇതിൽ E എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ. ക്വസ്റ്റ്യനിൽ ഫൈനൽ വോയിഡ് റേഷ്യോയും 0.9 ഇനിഷ്യൽ വോയിഡ് റേഷ്യോയും തന്നിട്ടുണ്ട്. സോ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ ബൈ ഇനിഷ്യൽ 1 പ്ലസ് ഇനിഷ്യൽ വോയിഡ് റേഷ്യോ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സ്ട്രെസ്. MV കിട്ടി. നോട്ട് ചെയ്യണം MVയുടെ യൂണിറ്റ് എന്താണെന്ന് മീറ്റർ സ്ക്വയർ പെർ കിലോന്യൂട്ടൺ ആണ്. ബിക്കോസ് ഇത് ഡയമെൻഷൻലെസ് ആയിട്ടുള്ള വാല്യൂ ആയിട്ട് വരും. ഇവർ താഴെ കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ യൂണിറ്റ് വന്നത് മീറ്റർ സ്ക്വയർ പെർ കിലോന്യൂട്ടൺ. നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. SF എന്ന് പറഞ്ഞാൽ MV ഡെൽറ്റ സിഗ്മ H നോട്ട്. MV അറിയാം, ഡെൽറ്റ സിഗ്മ അറിയാം, H നോട്ട് അറിയാം. അവിടെ MV മീറ്റർ സ്ക്വയർ പെർ കിലോന്യൂട്ടൺ, ഡെൽറ്റ സിഗ്മ കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ H നോട്ടിന് ഏത് യൂണിറ്റ് ആണോ കൊടുക്കുന്നത് അതായിരിക്കും SFന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. H നോട്ട് 3 മീറ്റർ ആണ്. ഞാൻ അവിടെ 3 × 10⁻³ mm കൊടുത്തത്. സോ എനിക്ക് 408 mm എന്ന് പറഞ്ഞ് കിട്ടി. നമുക്കൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നോക്കാം. ഡിസംബർ 2018 ക്വസ്റ്റ്യൻ ആണിത്. ഡിസംബർ 2018 a 2 meter clay stratum is overlain by a 3 meter thick sand stratum. 2 meter ആണ് ക്ലേയുടെ ഹൈറ്റ്. അതിൻ്റെ മുകളിൽ ഒരു 3 meter തിക്കിലുള്ള ഒരു സാൻഡിൻ്റെ ലെയറും കൂടി ഉണ്ട്. ക്ലേയുടെ താഴെ റോക്കാണ്. ഇനി ഈ രണ്ട് ലെയറിൻ്റെയും ഡെൻസിറ്റീസ് തന്നിട്ടുണ്ട്. 1850 1980 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. യൂണിറ്റും കൂടി ശ്രദ്ധിക്കണം. രണ്ടിൻ്റെ ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് തന്നേക്കുന്നത്. പിന്നെ ഗ്രൗണ്ട് വാട്ടർ ടേബിള് ഗ്രൗണ്ട് ലെവലിലാണ് തന്നിട്ടുണ്ട്. അതായത് ഈ രണ്ട് ലെയറും വാട്ടർ ടേബിളിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഇനി ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് 50% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 50% ആയിരിക്കും എഫക്റ്റീവ് സ്ട്രെസ് ഇൻക്രീസ് ആയത്. നമുക്ക് ഇവിടുത്തെ കംപ്രഷൻ ഓഫ് ക്ലേ സ്ട്രാറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ആ ക്ലേ ലെയറിന്റെ സെറ്റിൽമെന്റ് എത്രയാണ്, എസ്റ്റിമേറ്റ് ദ കംപ്രഷൻ ഓഫ് ക്ലേ സ്ട്രാറ്റം. ഇനി ഗിവൺ തന്നേക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച് MV തന്നിട്ടുണ്ട് 0.023 cm² per kg. അതാണ് എൻ്റെ MV. അപ്പോൾ ഒരു കാര്യം നോട്ട് ചെയ്യണം, MV cm² per kg തന്നേക്കുന്നത്. നമ്മുടെ ഡെൻസിറ്റീസ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് തന്നേക്കുന്നത്. സോ ഡെൻസിറ്റീസിനെ കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലേക്കോ ഒന്നും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കിലോഗ്രാമിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ ഇക്വേഷൻ അറിയാം. SF ഈക്വൽ ടു MV ഡെൽറ്റ സിഗ്മ H നോട്ട്. അതിൽ MV ഡയറക്റ്റ് തന്നു 0.023 cm² per kg.
ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഇനി H0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേ ലെയറിന്റെ തിക്നെസ് ആണ്. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2 മീറ്റർ ക്ലേ സ്ട്രാറ്റമാണ്. അപ്പോൾ 2 മീറ്റർ H0. ഇനി ഇവിടുത്തെ ഡെൽറ്റ സിഗ്മയാണ് നമുക്ക് അറിയേണ്ടത്. ഡെൽറ്റ സിഗ്മ അറിയില്ല. ഡെൽറ്റ സിഗ്മ എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്ട്രെസ് മൈനസ് ഇനിഷ്യൽ എഫക്റ്റീവ് സ്ട്രെസ്. ഇവിടെ ഫൈനൽ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇനിഷ്യൽ എഫക്റ്റീവ് സ്ട്രെസ്സിന്റെ കൂടെ 50% ആഡ് ചെയ്യുമ്പോൾ ആണ്. അതായത് 1.5 സിഗ്മ നോട്ട് ആണ് എൻ്റെ സിഗ്മ എഫ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഡെൽറ്റ സിഗ്മയെ 0.5 സിഗ്മ നോട്ട് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് സ്ട്രെസ്സിന്റെ പകുതിയോളം വീണ്ടും ഇൻക്രീസ് ചെയ്തു. സോ ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് 0.5 ടൈംസ് ഇനിഷ്യൽ എഫക്റ്റീവ് സ്ട്രെസ് ആണ്. അപ്പോൾ ഇവിടെ ഇനിഷ്യൽ എഫക്റ്റീവ് സ്ട്രെസ് അറിയില്ല, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് സ്ട്രെസ് കണ്ടുപിടിക്കാം. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എസ്എഫും കണ്ടുപിടിക്കാം. അപ്പോൾ ഇനിഷ്യൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഒരു ക്ലേ ലെയർ 2 മീറ്റർ, അതിൻ്റെ ഹൈറ്റ് 2 മീറ്റർ, അതിൻ്റെ മുകളിൽ ഒരു 3.5 മീറ്ററിൻ്റെ സാൻഡ് ലെയർ ഉണ്ട്. അതേപോലെ തന്നെ ഗ്രൗണ്ട് ലെവലിൽ തന്നെയാണ് വാട്ടർ ടേബിളും. എപ്പോഴും കൺസോൾട്ടേഷൻ്റെ സെറ്റിൽമെൻറ്റിൻ്റെ പ്രോബ്ലത്തിൽ നമ്മൾ എഫക്റ്റീവ് സ്ട്രെസ് എടുക്കേണ്ടത് ഏത് ക്ലേ ലെയറിനാണോ സെറ്റിൽമെൻറ്റ് നോക്കുന്നത് അതിൻ്റെ മിഡിലേക്ക് വേണം എഫക്റ്റീവ് സ്ട്രെസ് എടുക്കാൻ. അപ്പോൾ ഈ ക്ലേ ലെയറിൻ്റെ മിഡിലേക്കുള്ള ഇങ്ങോട്ടേക്കുള്ള എഫക്റ്റീവ് സ്ട്രെസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ വാട്ടർ ടേബിളിൻ്റെ താഴെയാണെങ്കിൽ നമ്മൾ അവിടുത്തെ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് വേണം കണ്ടുപിടിക്കാൻ. സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു. ഇവിടെ ഞാൻ ഇതെല്ലാം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ്. അതുകൊണ്ട് തന്നെ ഗാമ ഡബ്ല്യു ഞാൻ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് എടുത്തേക്കണേ. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണെങ്കിൽ 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് യൂസ് ചെയ്യണം. നമ്മൾ എഫക്റ്റീവ് സ്ട്രെസ് എടുക്കുകയാണ് ഇതിൻ്റെ നടുക്കിലേക്ക്. എഫക്റ്റീവ് സ്ട്രെസ് എടുക്കുമ്പോൾ ഇവിടുത്തെ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഹൈറ്റ് പ്ലസ് ഇവിടുത്തെ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഹൈറ്റ്, രണ്ട് വാട്ടർ ടേബിളിൻ്റെ താഴെ ആയതുകൊണ്ട് സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് എടുക്കാം. സോ 1850 മൈനസ് 1000 ഇൻറ്റു 3.5 ഇതിൻ്റെ ഹൈറ്റ് പ്ലസ് 1980 മൈനസ് 1000 ഇൻറ്റു ഈ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ. അപ്പോൾ എനിക്ക് 3955 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടി. അതാണ് എൻ്റെ ഇനിഷ്യൽ സ്ട്രെസ്. അതിൻ്റെ ഇൻറ്റു 0.5 ആണ് ചേഞ്ച് ഇൻ എഫക്റ്റീവ് സ്ട്രെസ്. ഇപ്പോൾ ചേഞ്ച് ഇൻ എഫക്റ്റീവ് സ്ട്രെസ്സും കിട്ടി. ഇനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എം വിയുടെ യൂണിറ്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് kg സ്ക്വയർ പെർ kg, ബാക്കിയെല്ലാം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലും മീറ്ററിലും ആണ്. സോ ഈ സെന്റിമീറ്റർ സ്ക്വയറിനെ സ്ക്വയറിലേക്ക് മാറ്റി 10⁻². എന്നിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എല്ലാം മീറ്ററിലായിരുന്നു, അതുകൊണ്ട് മീറ്ററിൽ തന്നെ ആൻസർ കിട്ടി. ആ മീറ്ററിലെ mm-ലേക്ക് മാറ്റിയപ്പോൾ 9 mm ആയിട്ട് കിട്ടി ഫൈനൽ സെറ്റിൽമെന്റ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് പ്രോബ്ലം അല്ലെങ്കിൽ അടുത്ത രീതിയിൽ ഫൈനൽ സെറ്റിൽമെന്റ് കണ്ടുപിടിക്കുന്നത്. ഫൈനൽ സെറ്റിൽമെന്റ് യൂസിങ് ഓയിൽ. അവിടുത്തെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോർമലി കൺസോളിഡേറ്റഡ് ക്ലേയുടെ ഫൈനൽ സെറ്റിൽമെന്റിനുള്ള ഇക്വേഷൻ ആണ് CC/1 + E0 H0 ഇൻറ്റു ലോഗ് ടു ദ ബേസ് 10 സിഗ്മ നോട്ട് പ്ലസ് ഡെൽറ്റ സിഗ്മ. ഈ സിഗ്മ നോട്ട് പ്ലസ് ഡെൽറ്റ സിഗ്മ എന്ന് പറയുന്നതാണ് സിഗ്മ എഫ്, അതായത് ഫൈനൽ എഫക്റ്റീവ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ സിഗ്മ നോട്ട് ഇനിഷ്യൽ എഫക്റ്റീവ് സ്ട്രെസ്. ഇപ്പോൾ ഇവിടെ CC എന്ന് പറയുന്നത് ഓൾറെഡി കണ്ടായിരുന്നു നമ്മൾ, കംപ്രഷൻ ഇൻഡെക്സ്. E0 ഇനിഷ്യൽ ഓയിഡ് റേഷ്യോ, H0 നേരത്തെ തന്നെ ക്ലേ ലെയറിന്റെ തിക്നെസ്. നമുക്ക് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ ഫൈനൽ സെറ്റിൽമെന്റ് ഓഫ് ദ ക്ലേ ലെയർ ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ പ്രഷർ ഓഫ് 20 kN/m². സോ ഇവിടെ ഇൻക്രീസ് ഇൻ പ്രഷർ ഡെൽറ്റ സിഗ്മ, ഇതിനകത്തുള്ള ഡെൽറ്റ സിഗ്മ ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 20 kN/m² ആണെന്ന്. പിന്നെ ഗാമ ഡബ്ല്യു യൂഷ്വലി 9.81 kN/m³ ആണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ 10 kN/m³ എടുത്തോളാൻ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് 10 kN/m³ എടുക്കാം. പിന്നെ CCയുടെ വാല്യൂ തന്നിട്ടുണ്ട് 0.22, അതേപോലെ E0ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.3. നമ്മുടെ ഇക്വേഷൻ CC/1 + E0, CC അറിയാം, E0 അറിയാം. H0 ഈ ഫിഗറും തന്നിട്ടുണ്ട്. H0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേയുടെ ഹൈറ്റ് 2.5 ലോഗ് ടു ദ ബേസ് 10 സിഗ്മ നോട്ട് പ്ലസ് ഡെൽറ്റ സിഗ്മ ബൈ സിഗ്മ നോട്ട്. ഡെൽറ്റ സിഗ്മ അറിയാം, ക്വസ്റ്റിന് തന്നു 20. അപ്പം നമുക്ക് ഇനി ഏത് കണ്ടുപിടിച്ചാൽ മതി? ഈ സിഗ്മ നോട്ട് കണ്ടുപിടിച്ചാൽ മതി. തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിലെ പോലെ തന്നെ
ക്ലേ ലെയറിൻ്റെ മിഡിലോട്ട് എഫക്റ്റീവ് സ്ട്രെസ് എടുക്കണം. ക്ലേ ലെയറിൻ്റെ മിഡിലോട്ട് എഫക്റ്റീവ് സ്ട്രെസ് എടുക്കാം. അതിനു മുമ്പ് വാട്ടർ ടേബിൾ എവിടെയാണെന്ന് നോക്കണം. ഗ്രൗണ്ട് ലെവലിൽ തന്നെയാണ് വാട്ടർ ടേബിൾ. അപ്പോൾ ഈ ലെയറിനും നമ്മൾ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് വേണം എടുക്കാനായിട്ട്. സോ 20 ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ആണ് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ്. സോ 20 മൈനസ് 10 ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് 4 സാൻഡിൻ്റെ 4 മീറ്റർ പ്ലസ് ഇവിടുത്തെ ഹൈറ്റ് 2.5/2 കാരണം മിഡ് ലെയറിലേക്കാണ് നമ്മൾ എടുക്കുന്നത് ഇൻറ്റു 18 മൈനസ് 10. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ എഫക്റ്റീവ് സ്ട്രെസ് കിട്ടി 50 kN/m². ഇത് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ സെറ്റിൽമെൻറ്റും കിട്ടും. 0.0349 മീറ്റർ ആണ്, അതായത് 3.49 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞും കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഏപ്രിൽ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഏപ്രിൽ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാ. At a building site, soil consists of dense sand up to 3 meter. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴേക്ക് 3 മീറ്ററിൽ സാൻഡ് ഉണ്ട്. ക്ലേ ഫ്രം 3 മീറ്റർ ടു 6 മീറ്റർ ഡെപ്ത്. ആ 3 മീറ്ററിന് ശേഷം 6 മീറ്റർ ഡെപ്ത് വരെ അവിടെ ക്ലേ ആണ് ഉള്ളത്. അതിന് താഴെ അവിടെ ഇംപർവിയസ് ആയിട്ടുള്ള റോക്ക്. ഇനി വാട്ടർ ടേബിളിന്റെ കാര്യം പറയുന്നുണ്ട്. വാട്ടർ ടേബിൾ ഗ്രൗണ്ട് ലെവലിലല്ല, അത് ഒരു 1 മീറ്റർ ബിലോ ഗ്രൗണ്ട് ലെവലിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ സാൻഡ് ലെയറിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ വാട്ടർ ടേബിൾ. ഇനി ഡെൻസിറ്റി ഓഫ് സാൻഡ് വാട്ടർ ടേബിളിന്റെ മുകളിലും താഴെയുമുള്ള 2 ഡെൻസിറ്റീസും തന്നിട്ടുണ്ട്. വാട്ടർ ടേബിളിന്റെ മുകളിൽ 19.5 kN/m³, വാട്ടർ ടേബിളിന്റെ താഴെ 20 kN/m³ ആണ് ഡെൻസിറ്റീസ്. ഇനി ക്ലേ ലെയറിന്റെ പ്രോപ്പർട്ടീസ് ആണ് തന്നേക്കണത്. അതിൻ്റെ വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട് 60%, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 2.65, ലിക്വിഡ് ലിമിറ്റ് തന്നിട്ടുണ്ട് 75%. നമുക്ക് ഇവിടുത്തെ സെറ്റിൽമെന്റ് കണ്ടുപിടിക്കാം. എപ്പോഴാണ് സെറ്റിൽമെന്റ് വരുന്നത്? ഒരു ഇൻക്രീസ് ഓഫ് സ്ട്രെസ് വരുമ്പോഴാണ് സെറ്റിൽമെന്റ് വരുന്നത്. ആ ഇൻക്രീസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ എസ്റ്റിമേറ്റ് ദ പ്രോബബിൾ സെറ്റിൽമെന്റ് ഇഫ് ദ ഗ്രൗണ്ട് ലെവൽ ഈസ് റൈസ്ഡ് ബൈ എ 2 മീറ്റർ തിക്ക് ഫിൽ ഓഫ് ഡെൻസ് സാൻഡ് ഓഫ് 19 kN/m³. അപ്പം 19 kN/m³ ഡെൻസിറ്റി ഉള്ള 2 മീറ്റർ തിക്ക് ഉള്ള ഒരു സാൻഡ് അതിൻ്റെ മുകളിലേക്ക് വരും. അതാണ് നമ്മുടെ ഇൻക്രീസ് ഇൻ സ്ട്രെസ്. ആ ഇൻക്രീസ് ഇൻ സ്ട്രെസ് കാരണം ഇവിടെ സംഭവിച്ച സെറ്റിൽമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 2018 വന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യമേ നമ്മുടെ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം. SF equal to CC/1 plus E0 H0 log to the base 10 initial effective stress plus increase in effective stress by initial effective stress. ഇനി ഇതിനകത്തുള്ള എന്തൊക്കെ സാധനങ്ങൾ തന്നിട്ടുണ്ട്, എന്തൊക്കെ കണ്ടുപിടിക്കണം, അതെല്ലാം നമുക്ക് നോക്കാം. CC തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. CC ക്വസ്റ്റ്യന് തന്നിട്ടില്ല. പകരം നമുക്ക് ക്വസ്റ്റ്യനിൽ വേറൊരു സാധനം തന്നിട്ടുണ്ട്. ലിക്വിഡ് ലിമിറ്റ് 75% ആണ് തന്നിട്ടുണ്ട്. അപ്പം ഓൾറെഡി പറഞ്ഞായിരുന്നു ലിക്വിഡ് ലിമിറ്റ് വെച്ച് CC കണ്ടുപിടിക്കാനായിട്ട് 0.009 WL-10 എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിക്വിഡ് ലിമിറ്റ് 75% ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് CC കിട്ടി 0.585. പിന്നെ അടുത്തത് ഏതാ? E0 അറിയില്ല. E0 കണ്ടുപിടിക്കണം. WG equal to ES എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കണതാ. WG equal to ES. ഇവിടെ ഇതെല്ലാം വാട്ടർ ടേബിളിന് താഴെയല്ലേ നമ്മുടെ ക്ലേ. അപ്പം അതെന്താ? ഫുള്ളി സാച്ചുറേറ്റഡാ. അപ്പം S എന്തായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. W എന്ന് പറയുന്നത് വാട്ടർ കണ്ടന്റും ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. G എന്ന് പറഞ്ഞ സ്പെസിഫിക് ഗ്രാവിറ്റി, അത് രണ്ടും ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. ഇനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് E0 കിട്ടും. വാട്ടർ കണ്ടന്റ് 60% ആണ്. 60/100 ഇൻറ്റു 2.65. അങ്ങനെ E0 1.59 എന്ന് പറഞ്ഞ് കിട്ടി. ഇക്വേഷനിലെ CC ആയി, E0 ആയി, H0 അറിയാം. ക്ലേ 3 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. H0 കിട്ടി. ഇനി നമുക്ക് സിഗ്മ0ഉം ഡെൽറ്റ സിഗ്മയും കണ്ടുപിടിക്കണം. അതുകൂടി കണ്ടുപിടിച്ച് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സെറ്റിൽമെന്റ് കിട്ടും. അപ്പോൾ ഇവിടെ ഡെൽറ്റ സിഗ്മ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ സ്ട്രെസ്സാണ്. ഇൻക്രീസ് ഇൻ സ്ട്രെസ് if the ground level is raised by a 2 meter thick 19 kN/m³ density എന്നാ പറഞ്ഞത്.
അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഇൻക്രീസ് ഇൻ സ്ട്രെസ് 19 into 2 എന്ന് പറഞ്ഞ് കൊടുക്കാം. കാരണം 19 kilonewton per meter cube ആയിരുന്നു, 2 meter തിക്ക. 19 into 2 38 kilonewton per meter square ആണ് ഇൻക്രീസ് ഇൻ സ്ട്രെസ് വന്നത്. ഇനി ഏതാ അറിയില്ലാത്തത്? സിഗ്മ നോട്ട്. ഇല്ലാത്തത് സിഗ്മ നോട്ട് മാത്രം. ബാക്കി എല്ലാം ആയി. ഡെൽറ്റ സിഗ്മ ആയി, എച്ച് നോട്ട് ആയി, സി സി ആയി, ഇ നോട്ട് ആയി. ഇനി അറിയില്ലാത്തത് ഡെൽറ്റ സിഗ്മ. ഡെൽറ്റ സിഗ്മ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഈ കണ്ടീഷൻ ഒന്ന് വരയ്ക്കാം. കണ്ടീഷൻ വരയ്ക്കുമ്പം ആദ്യത്തെ 3 മീറ്ററിൽ സാൻഡ് ലെയർ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 3 മീറ്ററിലാണ് ക്ലേ. അതിൻ്റെ താഴെയാണ് ഇംപർവേസ് ആയിട്ടുള്ള റോക്ക്. ഇനി ഈ സാൻഡിന്റെ ലെയറിൽ തന്നെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 1 മീറ്റർ താഴെയാണ് എൻ്റെ വാട്ടർ ടേബിൾ. അത് ഞാൻ വരച്ചിട്ടുണ്ട്. ഈ വാട്ടർ ടേബിളിന് മുകളിലുള്ള സാൻഡിന്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 19.5 kilonewton per meter cube ആണ്. വാട്ടർ ടേബിളിന്റെ താഴെയുള്ള സാൻഡിന്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 20 kilonewton per meter cube, സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ്. പിന്നെ ക്ലേയുടെ ഗാമാസാറ്റ് നമുക്ക് അറിയില്ല. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഇത് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം ക്വസ്റ്റ്യനിൽ ഇത് തന്നിട്ടില്ല. അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതും ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഉള്ളതാണ്. ഗാമാസാറ്റ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് ഇ ബൈ 1 പ്ലസ് ഇ. ഇവിടെ ഇ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 1.59. ജി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 2.65. ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിലാണ്. സോ 9.81 ഗാമ ഡബ്ല്യു ആയിട്ട് എടുത്തു. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ ക്ലേ ലെയറിന്റെ ഗാമാസാറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഗാമാസാറ്റ് ഈക്വൽ ടു 16 kilonewton per meter cube. ഇനി അപ്പോൾ ഗാമാസാറ്റ് ഇനി നമുക്ക് ഈ ക്ലേ ലെയറിന്റെ മിഡിലോട്ട് നമുക്ക് സ്ട്രെസ് എടുക്കാം. അപ്പോൾ ഇതിന്റെ മുകളിലുള്ള സാധനങ്ങളാണ് ഇതിന്റെ മിഡിലോട്ട് സ്ട്രെസ് എടുക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം ഈ 19.5 അത് വാട്ടർ ടേബിളിന്റെ മുകളിലാണ്. സോ സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. സോ 19.5 into 1 19.5 into 1 പ്ലസ് പിന്നെ ഈ 20 വാട്ടർ ടേബിളിന്റെ താഴെയാണ്. സോ 20 മൈനസ് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ 9.81 ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് വന്നത് 2 മീറ്റർ. 3ൽ ഈ 1 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് 2 മീറ്റർ. 2 മീറ്റർ പ്ലസ് പിന്നെ നമ്മുടെ ക്ലേയുടെ യൂണിറ്റ് വെയിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 16 kilonewton per meter cube. അത് നമുക്കിവിടെ 1.5 മീറ്ററിലാണ് ഉള്ളത്. സോ 16 മൈനസ് 9.81 ഇൻറ്റു 1.5. അപ്പോൾ നമുക്ക് സിഗ്മ നോട്ടും കിട്ടി. ഇനി ഈ കാര്യങ്ങളെല്ലാം സിഗ്മ നോട്ടും ഡെൽറ്റ സിഗ്മയും എച്ച് നോട്ടും സി സിയും ഇ നോട്ടും എല്ലാം ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഫൈനൽ സെറ്റിൽമെൻറ്റും കിട്ടും. ഞാൻ ഇതെല്ലാം മീറ്ററിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഫൈനൽ സെറ്റിൽമെൻറ്റ് ഇവിടെ മീറ്ററിലാണ് കിട്ടിയത്. അതിനെ ഞാൻ MM-ലേക്ക് മാറ്റിയപ്പോൾ 168 mm എന്ന് പറഞ്ഞ് ഫൈനൽ സെറ്റിൽമെൻറ്റും കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2 ഇക്വേഷൻസ് ആണുള്ളത്. ക്വസ്റ്റ്യനിൽ ഏത് ഇക്വേഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് തന്നിരിക്കുന്നത് എന്ന് നോക്കി 2 ഇക്വേഷൻസ് നോക്കണം. രണ്ടാമത്തെ ഇക്വേഷൻ സി സി ബൈ 1 പ്ലസ് ഇ നോട്ട് എച്ച് നോട്ട് ലോഗ് ടു ദ ബേസ്ഡ് സിഗ്മ നോട്ട് പ്ലസ് ഡെൽറ്റ സിഗ്മ ബൈ സിഗ്മ നോട്ട്. അത് നമ്മൾ വോയിഡ് റേഷ്യോ വെച്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. പിന്നെ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എം വി ഡെൽറ്റ സിഗ്മ എച്ച് നോട്ട്. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച് വെച്ച് കണ്ടുപിടിക്കുന്നത്. താങ്ക് യു.